സ്പ്രിംഗർ മോഡലുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടക്കുവാൻ പോവുകയാണ്. ആരോഗ്യ മേഖലയിലായിരുന്നു സ്പ്രിംഗറെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് REAP എന്ന ഒരു തട്ടിപ്പ് പദ്ധതിയുമായി യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ച അസാപ്പിന് വർക്ക് കൊടുത്തത് മഹാരാഷ്ട്രയിലുള്ള MIT 10 സർവകലാശാലയും നാഗ്പൂർ സർവകലാശാലയും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡറാക്കി മാറ്റിയിരിക്കുന്നു. ദുരുദ്ദേശപരമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കച്ചവട താല്പര്യമാണ്. കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഈ MKCയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്നുള്ള കാര്യം പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. കുട്ടികളുടെ ആധാർ ഉൾപ്പെടെ കുട്ടികളുടെ എല്ലാ ഡേറ്റയും അവരിതുവരെ പഠിച്ച വിവരങ്ങൾ എല്ലാം തന്നെ ആ ഡേറ്റയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വളരെ അപകടകരമായ അവസ്ഥയിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വിവാദമായ സ്പ്രിംഗർ അഴിമതിക്ക് സമാനമായ മറ്റൊരു തട്ടിപ്പാണ് REAP എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിലായിരുന്നു സ്പ്രിംഗറെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് REAP എന്ന ഒരു തട്ടിപ്പ് പദ്ധതിയുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപകടം ജനങ്ങൾ മനസ്സിലാക്കുവാൻ പോകുന്നതേ ഉള്ളൂ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായി ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലതിലും NEP പൂർണ്ണമായും നടപ്പിലാക്കാതിരിക്കുമ്പോൾ കേരള സംസ്ഥാനം വളരെ തിരക്കിട്ട് അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ വേണ്ട ഓറിയൻറ്റേഷൻ നൽകാതെ 2020 ദേശീയ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ കച്ചവട താല്പര്യങ്ങളാണെന്ന് വ്യക്തമാക്കുന്നതാണ് REAP എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഒരു സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2021 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ASAP എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരികയായിരുന്നു. 2012 UDF ഗവൺമെൻറ് കാലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി രൂപീകരിച്ചതാണ് ASAP എന്ന് പറയുന്ന പ്രോജക്റ്റ്. ആ ASAPനെ 2021 ഉഷ ടൈറ്റസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അതിനെ പൊടുന്നതിനെ ഒരു കമ്പനിയാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയാണ് ASAPനെ കമ്പനിയാക്കി മാറ്റിയെന്നുള്ള കാര്യം ആർക്കും തന്നെ അന്ന് ബോധ്യമില്ലായിരുന്നു. ഉഷ ടൈറ്റസ് KT ജലീൽ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ സർവകലാശാലയിൽ അദാലത്ത് നടത്തുകയും അതിലൂടെ തോറ്റ വിദ്യാർത്ഥികളെ BTech വിദ്യാർത്ഥികളെ പോലും മോഡറേഷൻ കൊടുത്ത് ജയിപ്പിക്കുകയും സർവകലാശാല ഭരണത്തിൽ KT ജലീലിന് അനാവശ്യമായി ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ പാരിതോഷികമായാണ് ഉഷ ടൈറ്റസിനെ റിട്ടയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം മുതൽ ASAPൻ്റെ ഡയറക്ടറാക്കുവാൻ തീരുമാനിച്ചത്. ആ ASAPനെ കമ്പനിയാക്കി മാറ്റുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ വൈകിയാണ് ബോധ്യപ്പെട്ടത്. കേരള ഗവൺമെൻറ് REAP എന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. കേരളത്തിലെ 4 വർഷ ബിരുദ കോഴ്സിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മറ്റ് സർവകലാശാലകളിലുള്ള കുട്ടികളുടെ ക്രെഡിറ്റ് കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിങ്ങിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ സമൃദ്ധി എന്ന ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമൃദ്ധി എന്ന പോർട്ടൽ കേരളത്തിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളെയും ചിലപ്പോൾ B ഗ്രേഡിലുള്ള NAC അക്രഡിറ്റേഷനുള്ള സർവകലാശാല ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ന്യൂനത ആ സമൃദ്ധി പോർട്ടലിനുണ്ട്. UGC അത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകൾക്കും നൽകുവാനുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുമ്പോൾ തിരക്ക് പിടിച്ച് സ്ഥിരമായി എല്ലാം റെയിൽ പറയുന്നത് പോലെ പുതുതായിട്ട് REAP കൂടി കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകൾക്ക് തനതായ ഒരു സോഫ്റ്റ്വെയർ വേണമെന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ REAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. ഈ പ്രോജക്റ്റ് നൽകുന്നതിന് വേണ്ട ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തുന്നു. ആ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ടെൻഡർ ക്ഷണിക്കുന്നു. ടെൻഡർ ക്ഷണിച്ചതിൽ
ടാറ്റ കൺസൾട്ടൻസി, ചെന്നൈ IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ടെൻഡറിൽ പങ്കെടുത്തപ്പോൾ ആ ടെൻഡറിൽ പങ്കെടുത്ത അസാപ്പ് എന്ന ഉഷ ടൈറ്റൽസിൻ്റെ മാനേജ്ഷിപ്പിലുള്ള അസാപ്പിനെ കൂടി ടെൻഡറിൽ പങ്കെടുപ്പിക്കുന്നു. അതിനുശേഷം അസാപ്പിന് ടെൻഡർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അസാപ്പിന് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തന്നെയില്ല. അവർക്ക് ടെക്നിക്കൽ അഡ്വൈസ്, മറ്റു ചില ടെക്നിക്കൽ സപ്പോർട്ട് മറ്റൊരു ഏജൻസിയിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അവർ MKCL എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം മാത്രമുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് കൂടി ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ ടാറ്റ കൺസൾട്ടൻസിയെയും IIT ചെന്നൈ എല്ലാം ഒഴിവാക്കിയിട്ട് അസാപ്പിന് ടെൻഡർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട്? കേരളത്തിൻ്റെ സീഡിറ്റ് ഉണ്ട്, സീഡാക് ഉണ്ട്, NIC ഉണ്ട് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുള്ളപ്പോൾ യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ച അസാപ്പിന് വർക്ക് കൊടുത്തത് മഹാരാഷ്ട്രയിലുള്ള ഈ MIC എന്ന് പറയുന്ന കമ്പനിക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു. മഹാരാഷ്ട്രയുടെ ഈ MKCL എന്ന് പറയുന്ന കമ്പനി ഈ മഹാരാഷ്ട്രയിലുള്ള 10 സർവകലാശാലയും നാഗ്പൂർ സർവകലാശാലയും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ കൃത്യമായ റിസൾട്ട് കൊടുക്കുകയോ കൃത്യമായ മാർക്കറ്റ്സ് കൊടുക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിലും അവരെ ഒഴിവാക്കിയ MKCLനെ ആ സർവകലാശാല ഒഴിവാക്കിയ ആ കമ്പനിയെ അസാപ്പ് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡറാക്കി മാറ്റിയിരിക്കുന്നു. ദുരുദ്ദേശപരമാണ്. അപ്പോൾ അതിൻ്റെ സ്കീം എന്ന് പറയുന്നത് ഒരു കമ്പനി ആരംഭിക്കുക, ആ കമ്പനിക്ക് വേണ്ട പണമുണ്ടാക്കുക, പണത്തിൻ്റെ ഒരു ഷെയർ ഈ MKCLന് കൊടുക്കുക. വളരെ ഗുരുതരമായ ഒരു നടപടിയാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ തീരുമാനത്തെ ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലയും അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാല വൈസ് ചാൻസലർമാരെ നേരിട്ട് വിളിച്ച് മന്ത്രി, നിങ്ങൾ അസാപ്പുമായി കരാറിൽ ഇടപെടണം, അസാപ്പിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ എന്ന രീതിയിൽ അവർ അറിയിക്കുന്നു. ഈ സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യാൻ പറയുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്റർ ഡയറക്ടർമാരുമുണ്ട്. അവരെല്ലാവരും കൂടി സംയോജിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ NICയെയോ സീഡിറ്റിനെയോ സീഡാക്കിനെയോ വർക്ക് ഏൽപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കച്ചവട താല്പര്യമാണ്. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസിക്ക് കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇത് സ്പ്രിംഗറിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള വിവരങ്ങൾ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നത് പോലെയാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഘടകം, IT നിയമമനുസരിച്ച് കരാറിൽ ഏർപ്പെടേണ്ടത് സർവകലാശാലയും ഈ പ്രൊവൈഡർമാരും തമ്മിൽ നേരിട്ടായിരിക്കണം. പക്ഷേ ഇവിടെ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും അതോടൊപ്പം തന്നെ അസാപ്പുമാണ്. അസാപ്പും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് ചെയ്യുന്ന ഒരു കരാറിൽ യൂണിവേഴ്സിറ്റികൾ ഡേറ്റ കൈമാറുക എന്ന് പറയുന്നത് IT നിയമത്തിന് വിരുദ്ധമാണ്. ഈ വക കാര്യങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിലെ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെല്ലാം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പോലും മന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം സ്പ്രിംഗർ മോഡലുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടക്കുവാൻ പോവുകയാണ്. ഇത് ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ രേഖകൾ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാ സർവകലാശാലയും വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ കെയറിപ്പുമായിട്ട് ബന്ധപ്പെടുത്തുമെന്നും സർവകലാശാല മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്ക് ഇതിൽ ഇടപെടാൻ എന്ത് അവകാശമാണുള്ളത്? ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്. അത് സർവകലാശാലയുടെ അപ്പെക്സ് ബോഡിയല്ല. അവിടെ രാജൻ ഗുരുക്കൾ, രാജൻ വർഗീസ് തുടങ്ങിയവരും നമ്മുടെ KTUവിൻ്റെ പുറത്താക്കപ്പെട്ട വൈസ് ചാൻസലറും MG സർവകലാശാലയുടെ സാബു തോമസ് ഉൾപ്പെടെയുള്ള CPM ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇതിനെ ഒരു കച്ചവട താല്പര്യത്തോടുകൂടി കെയറിപ്പിനെ കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അധ്യാപകരും ജീവനക്കാരും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ് ഈ കെയറിപ്പിൻ്റെ വർക്ക് അസാപ്പിനും അസാപ്പിലൂടെയും MKCL എന്ന് പറയുന്ന കരിമ്പട്ടികയിൽ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന് നൽകാനുള്ള തീരുമാനം അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാവണം. തീരുമാനിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രക്ഷോഭങ്ങളുണ്ടാകും, ദൂരവ്യാപകമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, MKCL എന്ന് പറയുന്ന കമ്പനി ഒരു ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ കമ്പനി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഡേറ്റ മുഴുവൻ നൽകുകയും
ഡേറ്റ മുഴുവനും നാളെ കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഡേറ്റയ്ക്ക് ആര് സമാധാനം പറയും? ഈ കുട്ടികളുടെ രേഖകളിൽ അവിടെ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന 5 വർഷത്തേക്ക് നാളെ സർക്കാർ മാറിക്കഴിഞ്ഞാൽ പോലും യൂണിവേഴ്സിറ്റിക്ക് ഈ കമ്പനിയുമായിട്ട് ബന്ധമില്ല. നമ്മുടെ കുട്ടികളുടെ ഡേറ്റയിൽ മാനിപ്പുലേഷൻ വരുത്താൻ കഴിയും, നമ്മുടെ കുട്ടികളുടെ മാർക്കുകൾ തിരുത്താൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികളുടെ മാർക്കുകൾ തയ്യാറാക്കുന്നതും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും ആർക്കെല്ലാം ഡിഗ്രി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ പ്രൈവറ്റ് കമ്പനിയായിരിക്കും. ഇതൊരു വലിയ തട്ടിപ്പാണ്. അതേപോലെ തന്നെ ഉഷ ടൈറ്റൽസ് ഉൾപ്പെടെയുള്ള ചില റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് തുടർന്നും കഴിഞ്ഞു പോകുന്നതിനുള്ളൊരു കമ്പനി ഉണ്ടാക്കി അവർക്കുള്ള ലാവണം ചെയ്തു കൊടുക്കുകയാണ്. ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്നും അടിയന്തരമായി പിന്തിരിയണം. തിരിഞ്ഞില്ലെങ്കിൽ വളരെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടകരമായിരിക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സർവകലാശാലയുടെ അധിപൻ എന്ന നിലയിൽ ചാൻസലർ ഇക്കാര്യത്തിൽ ഇടപെടണം. കമ്പ്യൂട്ടർ പ്രോഗ്രാമും ഇതേപോലെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യങ്ങളൊന്നും നടക്കത്തില്ല. കാരണം അസാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ കമ്പനിയായി കൺവെർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാം അറിഞ്ഞിരിക്കണം. ഇവിടെ എല്ലാം അറിവോടുകൂടിയാണ് ഉഷ ടൈറ്റൽസിനെ കമ്പനിയുടെ ചെയർമാനാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ എവിടെയെല്ലാം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നേരിട്ടോ പരോക്ഷമായിട്ടോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മകളും ബന്ധപ്പെടാറുണ്ട്. അവരൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയാണ്. തീർച്ചയായിട്ടും ഈ MKCL മുഖ്യമന്ത്രിയുടെ മകൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്നുള്ള കാര്യം പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. യൂണിവേഴ്സിറ്റികൾ ഓട്ടോണമസ് ആണ്. സർവകലാശാലയുടെ പുറത്ത് മറ്റൊരു ഏജൻസിക്കും നിയന്ത്രണമില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി ഒരു അഡ്വൈസറി ബോഡിയാണ്. ആ അഡ്വൈസറി ബോഡിയും അസാപ്പുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലർമാരെ നേരിട്ട് വിളിച്ച് പറയുകയാണ്, പ്രത്യേക ഉത്തരവൊന്നുമില്ലാതെ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഡേറ്റകളും അസാപ്പ് വഴി MKCLന് കൈമാറണമെന്നൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ മന്ത്രിക്ക് ഇത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? നമ്മുടെ കുട്ടികൾ, നമ്മുടെ 10 ലക്ഷത്തോളം വരുന്ന സർവകലാശാലകളുടെ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം സർവകലാശാലകൾക്കാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനോ അല്ല. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നമ്മുടെ മന്ത്രി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എടുക്കുന്ന തീരുമാനം മന്ത്രിയിലൂടെ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു കുതന്ത്രമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റ് പുറത്തുള്ള പല സ്റ്റേറ്റുകളിലും മന്ത്രി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനല്ല, ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനെയാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനാക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ തലപ്പത്ത് വന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തറിയാൻ കഴിയണം? അപ്പോൾ വളരെ പ്രഗത്ഭരായ ആൾക്കാർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇരിക്കുന്നതിന് പകരം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ തലപ്പത്ത് മന്ത്രി അധ്യക്ഷത വഹിക്കുകയും മന്ത്രി എടുക്കുന്ന തീരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റിൻ്റെ തീരുമാനമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് കഷ്ടം. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. സർവകലാശാല വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വൈസ് ചാൻസലർമാർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല, സിൻഡിക്കേറ്റുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നോമിനികളാണ്. പക്ഷേ കേരളത്തിലെ സർവകലാശാലയിലുള്ള അധ്യാപകരും കമ്പ്യൂട്ടർ എക്സ്പെർട്സ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത് തെറ്റായ നടപടിയാണെന്നൊരു അഭിപ്രായമുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ രേഖകൾ മുഴുവനും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് പോയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി കുട്ടികളുടെ പ്രവേശനം, കുട്ടികളുടെ മാർക്ക് തയ്യാറാക്കുന്നത്, സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്, ഈ മാർക്കുകൾ ഉൾപ്പെടെ മാറ്റം വരുത്താൻ ഈ MKCLൻ്റെ സെർവറിലൂടെ സാധിക്കും. വളരെ അപകടകരമല്ലേ? അപ്പോൾ കേരളത്തിന് ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണമുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു ഏജൻസിയെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് MKCL ടെൻഡർ നൽകിയില്ല? ടെൻഡർ നൽകിയാൽ MKCL കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സർക്കാരിനറിയാം. അതുകൊണ്ട് MKCLനെ ഡാർക്കനസ് നിർത്തിക്കൊണ്ട് അസാപ്പിനെ മുന്നിൽ കാണിച്ച് ഉഷ ടൈറ്റൽസിനെ മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ ഡേറ്റയിൽ കൂടി ഈ കേറിപ്പിലൂടെ സർക്കാർ നടത്തിയിരിക്കുന്നത്. MKCLൻ്റെ ഒരു ഫോർമാറ്റ് ഇപ്പോൾ തന്നെ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾ നൽകി കഴിഞ്ഞു. കേരളത്തിൽ ടെസ്റ്റ് കേസായിട്ട് MKCLൻ്റെ വെബ്സൈറ്റിൽ കയറി കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞു. അവർ ഡേറ്റാസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതനുസരിച്ച് MKCL തന്നെ OTP കൊടുക്കുകയാണ്. MKCLൻ്റെ ലെറ്റർ ഹെഡ് അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്.
അപ്പോൾ MKCയിലും കണ്ണൂർ സർവകലാശാലയുടെ എന്ത് ബന്ധമാണുള്ളത്? യൂണിവേഴ്സിറ്റിക്ക് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു കത്ത്, അതോടൊപ്പം തന്നെ മന്ത്രി വൈസ് ചാൻസലർമാരെ നേരിട്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ളൊരു കാര്യമല്ലാതെ കണ്ണൂർ സർവകലാശാലയ്ക്ക് MKCയിലുമായിട്ടോ അസാപ്പുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവിടെയാണ് കണ്ണൂർ സർവകലാശാല അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളോടും MKCLൻ്റെ ഫോർമാറ്റിൽ ഡേറ്റാസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ ആധാർ ഉൾപ്പെടെ കുട്ടികളുടെ എല്ലാ ഡേറ്റയും അവരിതുവരെ പഠിച്ച വിവരങ്ങൾ എല്ലാം തന്നെ ആ ഡേറ്റയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വളരെ അപകടകരമായ അവസ്ഥയിൽ അങ്ങനെ കേരളത്തിലെ എല്ലാ സർവകലാശാലയിലെയും 10 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഡേറ്റ അന്യ സംസ്ഥാനങ്ങളിൽ കരിമ്പട്ടിയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാൻ കഴിയും. എൻ്റെ പൂർണ്ണമായ വിശ്വാസം നാളെ സർക്കാർ മാറിക്കഴിഞ്ഞാലും വിദ്യാഭ്യാസ മേഖലയിൽ ആരെ ജയിപ്പിക്കണം, ആരെയെല്ലാം റിസൾട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യണം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും CPMന് ലഭിക്കും. അതിനുള്ള ഒരു ഗൂഢശ്രമമാണ് ഈ പുതിയ കെ റീപ്പിലൂടെ ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത്.